മുംബൈയിൽ പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ 2 മരണം. വർഷ നഗറിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലാണ് 2 പേർ മരണപ്പെട്ടത്. മുംബൈ നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളായ സിയോൺ, കുർല, ചിമ്പൂർ, അന്ധേരി എന്നിവിടങ്ങളിൽ വെള്ളം കയറി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഫൈസൽ ചേരുന്നു. ഫൈസൽ, വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെ ഉണ്ടായ ശക്തമായ മഴയിലാണ് മുംബൈയിലെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കുർള, അന്ധേരി, സിയോൺ ഉൾപ്പെടെയുള്ള നഗര പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം, വെള്ളക്കെട്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുമുണ്ടായി. ഈ മണ്ണിടിച്ചിലാണ് 2 പേർ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയൊരു നാശനഷ്ടം തന്നെയാണ് മുംബൈയുടെ നഗരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന കനത്ത മഴ എന്ന് പറയുന്നത്. നേരത്തെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു മഴയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഡൽഹിയിലൊക്കെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഡൽഹിയിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുംബൈയിലും ഇപ്പോൾ ശക്തമായ മഴയെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്, 2 പേരെ കാണാതാവുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ശക്തമായ മഴ തുടരുകയാണ്. മുട്ടോളം വെള്ളക്കെട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജാഗ്രത പുലർത്തണമെന്നാണ് ഈ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ജമ്മു കശ്മീർ മേഖലയിൽ ഈ ക്ലൗഡ് ബർസ്റ്റ്, ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിന് തൊട്ടുമുമ്പായി ഉത്തരാഖണ്ഡിൽ ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന അത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായൊരു മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മഴ, അതായത് ഈ ഒരു വെള്ളക്കെട്ടും രൂക്ഷമായി തന്നെ തുടരുകയാണ്. മഴ ഇനിയും ശക്തമായി തന്നെ തുടരും എന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ് ഫൈസൽ.